It's a proud occasion for each one of us. Today we are going to have the grand inaugural function, inauguration of CBSE State Kalolotsav 2019. ഇന്നിവിടെ 3 ദിവസത്തെ കലോത്സവം ആരംഭിക്കുകയാണ്. കലയ്ക്ക് ഒരു മതമേ ഉള്ളൂ, ഒരു കക്ഷിയേ ഉള്ളൂ, ഒരു സിലബസേ ഉള്ളൂ. കലയ്ക്ക് ദൈവ അധിഷ്ഠിതമാണ്. ദൈവത്തെ ധ്യാനിച്ച്, ഭഗവാനെ ധ്യാനിച്ച് നിങ്ങളുടെ കലയിലേക്ക് ഇറങ്ങുമ്പോൾ അത് അങ്ങേയറ്റം ഭംഗിയാവും. നിങ്ങൾക്ക് അങ്ങേയറ്റം വലിയ നിലയിലേക്ക് എത്താൻ സാധിക്കും. അതിനുള്ള ദിവസങ്ങളാവട്ടെ ഈ 3 ദിവസങ്ങൾ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓൾ കേരള CBSE സ്കൂൾസ് കലോത്സവം ഞാൻ വളരെ ഔപചാരികമായി, വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ ഉദ്ഘാടനം ചെയ്തതായി. ലഭിക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് വിദ്യാർത്ഥികളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരമാണ്. I have seen only one person in my life who smiles on all occasions. Whether he is angry, whether he is sad, whether he is stressful, you cannot just imagine, you cannot just predict, you will not understand by looking at his face what is he feeling inside, because the expression is every time the same on Father Sijan's face. ഏത് സംഭവം വന്നാലും അദ്ദേഹം പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എല്ലാ കാര്യങ്ങളും നേരിടും, നടത്തും എന്നുള്ളത് സിജനത്തിന് നൽകിയ വലിയൊരു കോംപ്ലിമെന്റാണ്. ഒരു കാര്യം ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ, ഈ മത്സരത്തിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചവരും സമ്മാനം കിട്ടിയവരും അങ്ങനെ 2 ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. പങ്കെടുത്തവരെല്ലാവരും വിജയിച്ചവരാണ് എന്ന് ഞാൻ പറയും. ഏറ്റവും വലിയ ഒരു സാംസ്കാരിക മുന്നേറ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു കലാപാരമ്പര്യത്തിലാണ്. ഏറെക്കാലത്തെ, ഏറെ സമയത്തെ പരിശീലനത്തിലൂടെ, ദൈനംദിനം ആത്മസമർപ്പണത്തോടുകൂടി നമ്മുടെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്താണ് ഇവിടെ വിവിധ വേദികളിലെ 21 പരം വരുന്ന വേദികളിൽ അവരുടെ പ്രോഗ്രാമുകളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കലയുടെ രംഗത്ത് മുന്നേറാൻ കഴിയട്ടെ. നല്ല കഴിവുകൾ പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. നല്ല ദൈവത്തിന് ഈ നല്ല സുദിനം നൽകിയതിന് നന്ദി പറയുന്നു.